മഴത്തോരു മുമ്പയുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. അലീനയാണല്ലോ ഇപ്പോൾ വൈജയന്തിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അത് വൈജയന്തിക്ക് മാത്രമല്ല വൈജയുടെ ആങ്ങളമാർക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവള് അങ്ങനെ നിൽക്കരുതെന്ന് മാത്രമല്ല, അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് തിരികെ ബാലേന്ദ്രൻ കൂട്ടിക്കൊണ്ട് വന്നല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവിടുന്ന് അലീനയെ മൊത്തമായിട്ട് ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ് ശിവനും അതുപോലെ രാജീവനും. അതിനു വേണ്ടിയിട്ട് രാജീവൻ നല്ലൊരു കലക്കൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. രാജീവന്റെ ആംഗ്ലയുടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു വീടുണ്ട്. അവിടെ ഒരു 10-20 ഏക്കർ സ്ഥലമുണ്ട്. അതിനു ചുറ്റും വീടും ആൾതാമസവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അലീനയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് തട്ടിക്കൊണ്ടു പോയിട്ട് ആ വീട്ടിനുള്ളിൽ കൊണ്ടിടാനുള്ള പ്ലാനാണ് തയ്യാറാക്കുന്നത്. രാജീവിന്റെ പ്ലാനൊക്കെ കേൾക്കുമ്പോൾ നല്ല പ്ലാനൊക്കെയാണ്. പക്ഷെ പെണ്ണ് കേസ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട്. അതെല്ലാം താൻ ഏറ്റോളാം എന്നാണ് രാജീവൻ ഇപ്പൊ പറയുന്നത്. പിന്നെ പോലീസിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ശിവേട്ടൻ നോക്കിക്കോണമെന്ന് ശിവേട്ടനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ പദ്ധതി ഇനി നടപ്പിലാക്കാൻ മാത്രമേ ഉള്ളൂ. അലീന വൈകുന്നേരം ആണല്ലോ തിരികെ വീട്ടിലേക്ക് പോവുക. ആ സമയത്ത് ഗോവർദ്ധനൻ ആണ് തിരികെ കൊണ്ടുപോയിട്ട് വിടുന്നത്. ഗോവർദ്ധനന്റെ ഭാര്യ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അലീന പോവുക. അങ്ങനെ ഗോവർദ്ധനൻ ഒരിക്കലും അലീനയെ കൊണ്ടുവിടരുതെന്ന് കരുതിയിട്ട് ഗോവർദ്ധനനെ ശിവേട്ടൻ ആ ഹോസ്പിറ്റലിന്റെ അടുത്താണല്ലോ ഇവരിപ്പോ താമസിക്കുന്നത്, ഒരു റൂം എടുത്തിട്ട് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് കുറച്ച് പണമൊക്കെ കൊടുക്കണം, അവന് സംശയമൊന്നും തോന്നരുതെന്ന് വിചാരിച്ചിട്ട്. ഗോവർദ്ധനൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛൻ വരാൻ മോളെ കൂട്ടാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷെ വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നോളാം, 10-15 മിനിറ്റ് അല്ലേ വീട്ടിലേക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ വന്നോളാം എന്ന് പറയാണ്. വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതാവുന്ന സമയത്ത് ബാലേന്ദ്രൻ വിളിച്ചു നോക്കുന്നുണ്ട്. അലീനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ ഒരു പെശകുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവാണ്. ശരിക്കും 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് പോകാനുള്ള സമയമായിട്ടും അലീനയെ കാണാത്തത് കൊണ്ട് തന്നെ കൃഷ്ണമോളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഗോവർദ്ധനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അലീന ഇവിടുന്ന് പോയി എന്നുള്ള വിവരം മാത്രമേ ഗോവർദ്ധനൻ അറിയുള്ളൂ. നീ എന്തുകൊണ്ടാണ് അവളെ തിരികെ ഇവിടെ കൂട്ടി കൊണ്ടുവരാണ്ടിരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശിവേട്ടൻ അവിടെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 1 ലാക്ക് പണം തന്നു എന്ന് പറയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ ഗോവർദ്ധനൻ അവിടെ ഉണ്ടെങ്കിൽ അലീന ഗോവർദ്ധനന്റെ കൂടെയാണ് വരിക എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിയതാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തായാലും രാജീവനോ അല്ലെങ്കിൽ ശിവേട്ടനോ ആയിരിക്കും എന്നുള്ള കാര്യവും നമ്മുടെ ബാലേന്ദ്രന് നന്നായിട്ട് അറിയാം. രാജീവൻ എന്തായാലും വിളിക്കില്ല, അവനെ വിളിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ശിവേട്ടന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അലീന എവിടെയെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അത് തനിക്ക് എങ്ങനെ അറിയുന്നത്? ഞാനല്ലല്ലോ അവളുടെ ലോക്കൽ ഗാർഡിയൻ, നീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ യുക്തിയും തത്വമൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. അലീന എവിടെയെന്ന് വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് ശിവൻ. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ശിവേട്ട കളിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദുഃഖിക്കേണ്ടി വരും. താൻ ദുഃഖിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്നുള്ള മട്ടിലാണ് ശിവൻ. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. പോലീസ് എന്ന് കേൾക്കുമ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു ഞെട്ടലൊക്കെ ഉണ്ട് കേട്ടോ ശിവേട്ടന്. പക്ഷേ വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നീ എന്താ അലീനയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എന്തായാലും ശിവേട്ടൻ അറിയാതെ അലീനയ്ക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ താൻ അലീനയുടെ കാവൽക്കാരനല്ല എന്നും തനിക്ക് അവളെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ട, തന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. തുടർന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, കാരണം അലീനയെ കാണാനില്ല, അലീന എവിടെയെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്ന സമയത്ത് അലീനയ്ക്ക് എന്ത് പറ്റി, അവള് നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നുള്ള രീതിയിലാണല്ലോ ഒരു സാമാന്യ മര്യാദ ഉള്ള ഒരു മനുഷ്യൻ ചോദിക്കുക. പക്ഷെ അതിന് പകരം ശിവേട്ടൻ തർക്കത്തിലാണല്ലോ പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ തനിക്ക് മനസ്സിലാക്കാം അലീനയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പുറകിൽ എന്തോ ഒരു പങ്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ താൻ പോയിട്ട് കേസ് കൊടുക്കടോ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം, അല്ല ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കാനോട്ടോ ശിവേട്ടൻ. പക്ഷേ ബാലേന്ദ്രൻ വിട്ടുകൊടുക്കുകയൊന്നുമില്ലല്ലോ. തന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ തിരിച്ചുപോക്ക് ഗൾഫിലേക്കായിരിക്കില്ല, പാരലോകത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത് ബാലേന്ദ്രൻ. ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ശിവേട്ടൻ പറയുന്നുണ്ട്, എന്താ അവനാരും എന്നെ പരലോകത്തേക്ക് അയക്കാൻ, അവനെന്താ കാലനാണെന്നൊക്കെ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്താണ് ശിവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്ന ബാലേന്ദ്രൻ. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോളെടുത്ത് പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ ഫോണില്ലേ, നീ എന്തായാലും ഗോവർദ്ധനെ വിളിക്കുകയെന്ന് കേട്ടോ. അച്ഛ എന്താ പറയണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. കൃഷ്ണമോള് വിളിക്കുന്നുണ്ടെങ്കിലും ഗോവർദ്ധനൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഗോവർദ്ധനൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളെടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് എന്ന്. അങ്ങനെ അവര് ഹോസ്പിറ്റലിൽ എത്തുവാണ്. എത്തിയതിനു ശേഷം അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ, അലീനയെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് നടന്നു പോകുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പായിട്ട്
അവൾക്ക് എന്തോ സംഭവിച്ചതാണ്, ആരോ മനഃപൂർവ്വം അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കും എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് ഇവരുള്ളത്. അതിനിടയ്ക്ക് മനുവിനെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ അലീനയെ കാണുന്നില്ല, അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവള് വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അതിനെക്കുറിച്ച് ഗോവർദ്ധനന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഗോവർദ്ധനൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഗോവർദ്ധനനെ മനഃപൂർവ്വം അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിപ്പിച്ചിട്ട് 1,00,000 രൂപ കൊടുത്തു. അന്ന് ഹോസ്പിറ്റൽ ബില്ല് വന്ന സമയത്ത് എൻ്റെ അടുത്ത് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന നിന്റെ അച്ഛൻ എന്തായാലും ഇപ്പം അങ്ങനെ ഒരു പണം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ട്രാപ്പായിരുന്നു. ഗോവർദ്ധനനും അലീനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടരുതെന്ന് വിചാരിച്ച് മനഃപൂർവ്വമാണ് നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പിന്നിൽ അലീന മിസ്സായിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം നിന്റെ അച്ഛനും അതുപോലെ തന്നെ നിന്റെ ഇളയച്ചനും ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്കിൾ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഉടനെ തന്നെ എത്താം എന്ന് പറഞ്ഞിട്ട് മനു വണ്ടി എടുത്തിട്ട് നേരെ വരുന്നത് അച്ഛനും ഇളയച്ചനും താമസിക്കുന്ന ആ ഹോട്ടൽ മുറിയിലേക്കാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ അലീന ഓട്ടോ കയറുന്നതിന് മുമ്പായിട്ട് രാജീവൻ പറഞ്ഞതുപോലെ തന്നെ ആ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അലീനയെ കൊണ്ടുപോയിട്ട് ആ വീടുണ്ടല്ലോ, ആൾതാമസമൊന്നുമില്ലാത്ത അവിടെ വായയും അതുപോലെ കൈയെല്ലാം കൂടി കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ കൊണ്ടുപോയിടുന്നതായിട്ടുള്ള രംഗം കാണിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ മനു ആണെന്നുണ്ടെങ്കിൽ അച്ഛന്റെയും ഇളയച്ചന്റെയും അരികിലെത്തിയിട്ട് അലീനയെ കുറിച്ചിട്ട് അന്വേഷിക്കുകയാണ് കേട്ടോ. അലീനയെ കുറിച്ചിട്ട് നീ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് അന്വേഷിക്കുന്നു എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മോൻ്റെ അടുത്ത്. അലീന മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിൽ നിങ്ങൾ രണ്ടുപേരും തന്നെയായിരിക്കും. അത് ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓൾറെഡി അലീനയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം തോന്നിവാസങ്ങളെ കാണിച്ചു കൂട്ടിയത്. ഇനിയിപ്പോൾ നിങ്ങളല്ലെങ്കിൽ പോലും അതിന്റെ പിന്നിൽ നിങ്ങളാണെന്നേ വരുത്തി തീരുള്ളൂ എന്നൊക്കെ നമ്മുടെ മനു പറയുന്നുണ്ട്. അലീന വൈകിട്ട് 7 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതാണ്. ഇതുവരെ അവൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ആരും അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്നാണല്ലോ അതിനർത്ഥം. അതിന്റെ പിന്നിൽ അച്ഛനോ ഇളയച്ചനോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നീ എന്തിനാ അലീനയുടെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് എപ്പോഴും വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛനും ഇളയച്ചനും അതിനകത്ത് പങ്കുണ്ടെന്നുള്ള കാര്യം എനിക്കും ബാലേന്ദ്രൻ അങ്കിളും കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം മാത്രമാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അലീന എവിടെയാണെങ്കിലും താൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് മനു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോവർദ്ധനനും അതുപോലെ തന്നെ ആ പോലീസുകാരനുണ്ടല്ലോ ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് അവരുടെ അടുത്ത്. അലീനയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കേസ് കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും അവർക്ക് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട്. അവരാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അതിന്റെ പുറകെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് അന്വേഷിക്കാം. എന്തായാലും മിസ്സിംഗ് ആയി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമാണല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടാവുള്ളൂ. അതിനു മുമ്പ് തന്നെ അലീനയെ കണ്ടെത്താനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം എന്നൊക്കെ അവർ തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പിന്നിൽ രാജീവനും അതുപോലെ തന്നെ ശിവനും ആണ്. പക്ഷെ അവരിത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ നേരെ വിളിക്കുന്നത് ഗംഗാധരനെയാണ് കേട്ടോ. ഗംഗാധരന് കാര്യങ്ങളൊക്കെ അറിയാലോ. അലീനയാണെന്നുണ്ടെങ്കിൽ തന്റെ സ്വന്തം പെങ്ങളുടെ മകളാണ് എന്നുള്ള സത്യം. അങ്ങനെ അലീനയെ ഇപ്പൊ കാണാനില്ല എന്നും ഹോസ്പിറ്റലിൽ നിന്ന് വൈജയന്തിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിന്ന് അലീന 7 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഇത്രയും നേരമായിട്ട് അലീന വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഉറപ്പായിട്ടും ഇതിന്റെ പിന്നില് നിങ്ങളുടെ 2 അനിയന്മാർ തന്നെ ആയിരിക്കും എന്നൊക്കെ ഗംഗാധരന്റെ അടുത്ത് പറയാണ്. അങ്ങനെ എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റെണ്ണത്തിനും വെറുതെ വിടില്ല, നിങ്ങളുടെ കുടുംബം അടക്കം നാണം കെടുന്നൊക്കെ ഗംഗാധരന്റെ അടുത്ത് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അത് മാത്രമല്ല അലീനയെ ഓരോ തവണ വീട്ടിൽ നിന്ന് ഇറക്കിയിടാൻ വേണ്ടിയിട്ട് ശിവേട്ടനും അതുപോലെ രാജീവനും കാണിച്ചിരിക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ചൊക്കെ ഗംഗാധരന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നത്, എൻ്റെ അനിയന്മാർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാലേന്ദ്ര ഞാൻ അവരെ കൊണ്ട് തന്നെ തിരിച്ച് അലീനയെ നിന്റെ അരികിൽ എത്തിപ്പിക്കുമെന്ന് പറയാണ്. ശരി ഗംഗേട്ട എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. ബാലേന്ദ്രന്റെ കോൾ കഴിഞ്ഞ ഉടനെ തന്നെ അനിയന്മാരെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗംഗേട്ടന്റെ കോളാന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ ലൗഡ് സ്പീക്കറിൽ ഇടുന്നുണ്ട്. കാരണം ഗംഗേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അലീന എവിടെ എന്നുള്ള കാര്യം ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ എന്തിനാ അലീനയെ കുറിച്ച് അന്വേഷിക്കുന്നത്? അലീനയെ കാണാനില്ല എന്നും അതിന്റെ പിന്നിൽ നിങ്ങളാണെന്നൊക്കെയാണ് ബാലേന്ദ്രൻ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏട്ടൻ എന്തിനാണ് അയാളുടെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ പെങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രനാണ് കാരണം എന്നൊക്കെ പറയുമ്പോൾ ആരാടാ പറഞ്ഞത് ബാലേന്ദ്രനാണ് കാരണമെന്ന്? നമ്മുടെ പെങ്ങള് പണ്ട് അഴിഞ്ഞാടിയതിന്റെ ഫലമാണ് അവൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലേന്ദ്രനല്ല, വൈജയന്തി തന്നെയാണ് ഇതിനെല്ലാം കാരണം. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അലീനയെ തിരിച്ച് വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്തേക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും വിചാരിക്കുന്ന കളിയല്ല, സർവനാശം ഉണ്ടാക്കി വെക്കരുത് എന്നുള്ള വാണിംഗും കൂടി ഗംഗേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. ഗംഗേട്ടൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്.
ഗംഗേട്ടൻ ഫോൺ വെച്ചതിന് ശേഷം രാജീവിനും അതുപോലെ തന്നെ ശിവനും കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നൂലാമാലയായിട്ട് മാറുമോ എന്നുള്ളൊരു സംശയം കൂടി രണ്ടു പേർക്കും ഉണ്ട്. അന്ന് വൈജയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഗംഗേട്ടൻ വീട്ടിൽ വന്ന സമയത്ത് വൈജയന്തിക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടാണല്ലോ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം വൈജയന്തിയുടെ തലതെറിച്ച കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഈ സംഭവങ്ങളും വിനയൊക്കെ ആയിട്ട് വന്നതെന്നുള്ള കാര്യം ഗംഗേട്ടന് നന്നായിട്ട് അറിയാലോ. അതുമാത്രമല്ല ആഗ്രയുടെ കഥകളെല്ലാം ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഗംഗേട്ടന് കാര്യങ്ങൾ എന്തൊക്കെയോ അറിയാന്നാ തോന്നുന്നത്. എന്തായാലും നമ്മൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെയാണ് കേട്ടോ രാജീവിന്റെ അടുത്ത് ശിവൻ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഗംഗേട്ടൻ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അലീനയെ കണ്ടെത്തുന്നുണ്ട്. അലീന ആ കുരുക്കിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. മനുവാണ് അലീനയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അലീന തിരിച്ചു വരുന്നതും ഗംഗേട്ടൻ അവിടെ വരുന്നതൊക്കെ ഏകദേശം ഒരേ സമയത്താണ് കേട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ സത്യങ്ങളെല്ലാം ശിവന്റെ അടുത്തും അതുപോലെ തന്നെ രാജീവിന്റെ അടുത്തും പറയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളുണ്ടല്ലോ, അതെല്ലാം ബാലേന്ദ്രന്റെ മകളാണ് അലീന എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മുടെ വൈജിയെ ഇത്രയും വർഷമായിട്ട് അവൻ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ആയിരിക്കുമല്ലേ നിങ്ങളുടെ ചിന്ത. എന്നാൽ ഒരു സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കോ, ബാലേന്ദ്രന്റെ കുഞ്ഞല്ല അലീന. അലീന എന്ന് പറയുന്നത് അന്ന് ആഗ്രയിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അതില് അവൾക്കുണ്ടായ കുഞ്ഞാണ് അലീന. ആ കുഞ്ഞിന് സ്വന്തം മകളാണെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവളുടെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത്, ആ കുടുംബം തകരരുതെന്ന് വിചാരിച്ചിട്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനത്തെ കഥകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അയാളുടെ നെഞ്ചത്തോട്ടാണല്ലേ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ പെങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റാണ്. അത് മനസ്സിലാക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അവസാനം എല്ലാം സർവനാശത്തിലേക്കാണ് എത്തുക. നമ്മുടെ ഗംഗേട്ടൻ വന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് രാജീവിന്റെ അടുത്തും ശിവന്റെ അടുത്തും പറയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.